സുരക്ഷയ്ക്കായി അതിർത്തികളിലും സൈനിക ക്യാമ്പുകളിലും ജീവൻ പണയം വെച്ച് സേവനമനുഷ്ഠിക്കുന്ന സൈനികരുടെ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുന്ന സുരക്ഷിതത്വവും ബഹുമാനവും എത്രത്തോളമാണ്? അമേരിക്കൻ ഭരണകൂടത്തിന്റെ പുതിയതും കടുപ്പമേറിയതുമായ ഇമിഗ്രേഷൻ നയങ്ങൾ ഇപ്പോൾ സാധാരണ കുടിയേറ്റക്കാരെ മാത്രമല്ല, അമേരിക്കൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ധീരരായ ചില സൈനികരുടെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലും വെറുതെ വിടുന്നില്ല എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രശസ്ത അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് നടത്തിയ പ്രത്യേക അന്വേഷണ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നത്. അമേരിക്കൻ ആർമിയിലെ സജീവ സേവനത്തിലുള്ള സൈനികരുടെ 50-ലധികം മാതാപിതാക്കളെയും പങ്കാളികളെയും ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്ത് തടങ്കലിലാക്കിയിരിക്കുന്നു. ഇതിൽ ചിലരെ ഇതിനോടകം തന്നെ നാടുകടത്തുകയും ചെയ്തു. എന്താണ് ഈ വിഷയം? ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? സൈനികരുടെ കുടുംബാംഗങ്ങൾക്ക് നൽകിയിരുന്ന നിയമപരമായ പരിരക്ഷകൾക്ക് എന്ത് പറ്റി? ഈ നടപടികൾ അമേരിക്കൻ സൈന്യത്തിന്റെ കാര്യക്ഷമതയെ എങ്ങനെയെല്ലാമാണ് ബാധിക്കുക എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. പതിറ്റാണ്ടുകളായി അമേരിക്കയിൽ നിലനിന്നിരുന്ന ഒരു നിയമമുണ്ട്. രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യുന്ന സൈനികരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി അവരുടെ അടുത്ത ബന്ധുക്കളായ മാതാപിതാക്കൾക്കും പങ്കാളികൾക്കും ഇമിഗ്രേഷൻ നടപടികളിൽ നിന്നും തടങ്കലുകളിൽ നിന്നും പ്രത്യേക ഇളവുകൾ അനുവദിച്ചിരുന്നു. അതായത് വിസ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സൈനികരുടെ കുടുംബാംഗങ്ങളെ സാധാരണയായി നാടുകടത്തുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാറില്ലായിരുന്നു. എന്നാൽ അമേരിക്കയിൽ നിലവിൽ നടപ്പിലാക്കുന്ന കൂട്ട നാടുകടത്തൽ നയങ്ങളുടെ ഭാഗമായി ഈ പരിരക്ഷ പൂർണ്ണമായും പിൻവലിക്കപ്പെട്ടിരിക്കുകയാണ്. അസോസിയേറ്റഡ് പ്രസ് കണ്ടെത്തിയ പ്രധാന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സജീവ സൈനികരുടെ 52ഓളം മാതാപിതാക്കളെയും പങ്കാളികളെയുമാണ് ഇതുവരെ ഇമിഗ്രേഷൻ അധികൃതർ തടങ്കലിലാക്കിയിട്ടുള്ളത്. ഇതിൽ കുറഞ്ഞത് 6 പേരെ ഇതിനോടകം തന്നെ അമേരിക്കയിൽ നിന്നും നാടുകടത്തി കഴിഞ്ഞു. ഒരാൾ സ്വയം രാജ്യം വിടാൻ നിർബന്ധിതനായി. കുറഞ്ഞത് 8 പേർ ഇപ്പോഴും ഫെഡറൽ ഇമിഗ്രേഷൻ തടങ്കൽ കേന്ദ്രങ്ങളിൽ കഴിയുകയാണ്. അമേരിക്കൻ സർക്കാർ ഇതിന്റെ ഔദ്യോഗിക കണക്കുകൾ സൂക്ഷിക്കുന്നില്ല എന്നതാണ് പലരെയും ഞെട്ടിക്കുന്നത്. ആയിരക്കണക്കിന് ഫെഡറൽ കോടതി രേഖകളും ഹേബിയസ് ഹർജികളും വിശകലനം ചെയ്താണ് AP ഈ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു കൊണ്ടുവന്നത്. ഈ നടപടികൾ അമേരിക്കൻ സൈനികരുടെ കുടുംബ ജീവിതത്തെയും സേവനത്തെയും എത്രത്തോളം ദാരുണമായി ബാധിക്കുന്നു എന്നതിന് ഉദാഹരണമാണ് US ആർമിയിലെ സ്റ്റേറ്റ് സർജന്റായ അലക്സിന്റെ അനുഭവം. 10 വർഷത്തിലധികമായി സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹത്തിന്റെ ബ്രസീലിയൻ സ്വദേശിയായ ഭാര്യ മെസ്സ തങ്ങളുടെ ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് ക്രമപ്പെടുത്തുന്നതിനായി USCIS ഓഫീസിൽ എത്തിയപ്പോഴാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരാൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇന്ന് തന്റെ 5 വയസ്സുകാരനായ മകനെ പരിചരിക്കാൻ ആരുമില്ലാത്തതിനെ തുടർന്ന് സൈനികരുടെ പരിശീലകനായ അലക്സിന് ഡ്യൂട്ടിയിൽ നിന്നും അവധിയെടുത്ത് വീട്ടിൽ നിൽക്കേണ്ടി വന്നിരിക്കുകയാണ്. എന്റെ കുട്ടിയെ ഒറ്റയ്ക്ക് പരിചരിക്കേണ്ടി വരുന്നത് വളരെ പ്രയാസകരമാണ്. സഹായിക്കാൻ ഇവിടെ ആരുമില്ല എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. സമാനമായ രീതിയിൽ ഭർത്താവ് കസ്റ്റഡിയിലായതിനെ തുടർന്ന് കുഞ്ഞിനെ നോക്കാൻ ആളില്ലാത്തതിനെ തുടർന്ന് വിദേശത്തേക്ക് പോകേണ്ടിയിരുന്ന ഒരു വനിതാ സൈനികയ്ക്ക് അവരുടെ യാത്ര തന്നെ റദ്ദാക്കേണ്ടി വന്നു. ഈ നടപടികൾ സൈന്യത്തിന്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളെയും ആത്മവീര്യത്തെയും സാരമായി ബാധിക്കുന്നുണ്ടെന്ന് സൈനിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. പുതിയ ആളുകളെ സൈന്യത്തിലേക്ക് ആകർഷിക്കാൻ കുടുംബത്തിന് ഇമിഗ്രേഷൻ പരിരക്ഷ നൽകും എന്ന് പരസ്യം നൽകിയാണ് ആർമി ആളുകളെ ചേർക്കുന്നത്. എന്നാൽ സൈന്യത്തിൽ ചേർന്ന ശേഷം സ്വന്തം കുടുംബാംഗങ്ങൾ തടങ്കലിലാകുന്നത് യുവാക്കൾക്കിടയിൽ വലിയ അമർഷത്തിനും ആശയക്കുഴപ്പത്തിനും ഇടയാക്കാറുണ്ട്. സ്വന്തം ഭാര്യയോ അമ്മയോ നാടുകടത്തൽ ഭീഷണിയിലോ തടങ്കലിലോ കഴിയുമ്പോൾ ഒരു സൈനികന് എങ്ങനെ അതിർത്തികളിൽ പൂർണ്ണ ശ്രദ്ധയോടെ സേവനമനുഷ്ഠിക്കാൻ കഴിയും? പല സൈനികർക്കും ലീവ് എടുക്കേണ്ടി വരുന്നു. ഇത് സൈന്യത്തിന്റെ ഡ്യൂട്ടി ക്രമീകരണങ്ങളെ പൂർണ്ണമായും തകിടം മറിക്കുന്നു. ട്രംപിന്റെ ആദ്യ ഭരണകാലത്തെ ICE ഡെപ്യൂട്ടി ചീഫ് കൗൺസിലർ ആയിരുന്ന ഡാൻ ഗിവന്റൺ വ്യക്തമാക്കുന്നത് മുൻകാലങ്ങളിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാത്ത പക്ഷം സൈനികരുടെ അടുത്ത ബന്ധുക്കളെ ഇത്തരത്തിൽ തടങ്കലിലാക്കുന്ന രീതി ഇല്ലായിരുന്നു എന്നാണ്. നിയമവിരുദ്ധ കുടിയേറ്റക്കാർക്കെതിരെയുള്ള നടപടികൾ കടുപ്പിക്കുമ്പോൾ അതിൽ രാജ്യത്തിന് വേണ്ടി രക്തവും നീരും നൽകുന്ന സൈനികരുടെ കുടുംബങ്ങൾ പോലും ഇരകളാക്കപ്പെടുന്നു എന്നത് അമേരിക്കയിൽ വലിയ രാഷ്ട്രീയ സാമൂഹിക തർക്കങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ദേശീയ സുരക്ഷ ഉറപ്പാക്കാൻ നടത്തുന്ന ഈ കർശന നടപടികൾ അതേ ദേശീയ സുരക്ഷ കാത്തു സൂക്ഷിക്കുന്ന സൈനികരുടെ തന്നെ ജീവിതം തകർത്തുകൊണ്ട് വേണമോ എന്ന ചോദ്യമാണ് പൊതുസമൂഹം ഉയർത്തുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഈ നടപടികളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. കൂടുതൽ അന്താരാഷ്ട്ര വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.